ഹായ് ഫ്രണ്ട്സ്, നാടനടുക്കള യൂട്യൂബ് ചാനലിൻ്റെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളൊരു സ്പെഷ്യൽ സംഭവമാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മുടെ വലയിൽ കോരി കിട്ടിയ ആറ്റുവയമ്പ്. അപ്പോൾ അത് നമ്മൾ തേങ്ങ ഇട്ടല്ല വെച്ചെടുക്കാൻ പോകുന്നത്. നമ്മൾ പഴയ കാലത്തൊക്കെ ചെയ്തുകൊണ്ടിരുന്ന മുളകിട്ട് നമ്മളിന്നത് പറ്റിക്കാൻ പോവാണ്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിനകത്ത് ചുവന്നുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, കുരുമുളക്, കറിവേപ്പില, അതേപോലെ തന്നെ വറ്റൽമുളക്. അപ്പോൾ ഇത് കഴുകി നല്ല വൃത്തിയായിട്ട് കഴുകിയൊക്കെ എടുത്ത് വെച്ചേക്കണം. അപ്പോൾ ഇത് നമ്മൾ മിക്സിയിലൊന്നും അരച്ചെടുക്കരുത്. ഇത് നമ്മൾ കല്ലിൽ തന്നെ, അരകല്ലിൽ തന്നെ അരച്ചിത് എടുക്കണം. അപ്പോൾ ഒരുപാട് അരഞ്ഞു പോകേണ്ട ആവശ്യവും ഇല്ല. ഇതൊന്ന് ചുവന്നുള്ളിയൊക്കെ ഒന്ന് ചതച്ചെടുത്താൽ മതി. അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണ അന്നേരം ഉപയോഗിക്കത്തില്ല. വെളിച്ചെണ്ണയൊക്കെ ലാസ്റ്റ് നമ്മൾ പച്ച വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് നല്ല അടിപൊളിയാക്കി നമുക്കിത് എടുക്കാം. അപ്പോൾ നമ്മൾ മീനുള്ള അരപ്പൊക്കെ ഇവിടെ കല്ലിൽ അരച്ചുകൊണ്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഈ പരുവത്തിന് വേണം അരച്ചെടുക്കാനായിട്ട്. ഇനി നമുക്കിതിനകത്ത് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ചേർത്തു. അതുപോലെ തന്നെ ഉലുവാപ്പൊടി ചേർത്തു. ഉപ്പ്, നമ്മൾ ഈ ഉപ്പാണ് ചേർക്കുന്നത്. ഇന്ദുപ്പാണ്. അപ്പോൾ ബി.പിയുടെ പ്രശ്നമൊക്കെ ഉള്ളവർ ഇതേപോലെ ഇന്ദുപ്പ് ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ നമ്മൾ ഈ ഉപ്പാണ് ഉപയോഗിക്കുന്നത്. അങ്ങനെ കുറച്ച് കറിവേപ്പില ഇതും കൂടെ ഇട്ട് ഈ മീൻ അങ്ങോട്ട് വാരിയിട്ട് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് വെക്കാനായിട്ട് ഞാനിവിടെ ഒരു ചട്ടിയൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ അരപ്പ് ചട്ടിക്കകത്തോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഈ അരപ്പ് ചട്ടിക്കകത്തോട്ട് ഇട്ട് കൊടുക്കാം. അരപ്പ് നമ്മൾ ചട്ടിക്കകത്തോട്ട് ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് മീൻ വാരി ഇടാം. ഒരുപാട് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കരുത്, കാരണം നമ്മൾ മുളകിട്ട് പറ്റിച്ചെടുക്കുന്നതാണ്. ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കാം. കുറച്ച് വെള്ളം കൂടി ചേർക്കാം. നമുക്ക് ആവശ്യത്തിനുള്ള കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. ഒരുപാട് വെള്ളം ചേർക്കരുത്. നോക്കിയതിന് ശേഷമേ വെള്ളം ചേർക്കാവൂ. അപ്പം ഇത്രയും വെള്ളത്തിൻ്റെ ആവശ്യമുള്ളൂ. അപ്പം നമ്മൾ പുളി ഇട്ട കാര്യം ഞാൻ പറഞ്ഞില്ല. അപ്പോൾ കുരുമുളകിൻ്റെ ഒക്കെ നല്ല മണം വരുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് അടുപ്പിൽ വെച്ച് കൊടുക്കാം. അടുപ്പിലാണ് വെക്കുന്നത്. മീനൊക്കെ വെച്ചിട്ടുണ്ട്. നമുക്ക് നോക്കാം. തിളച്ച് വരുന്നുണ്ട്. അപ്പം നന്നായിട്ട് വറ്റി വരുമ്പം വേണം നമുക്ക് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാൻ. അടുപ്പിൽ നിന്ന് ഇറക്കിയതിന് ശേഷം പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി. നമ്മുടെ ആറ്റുമീൻ മുളകിട്ട് പറ്റിച്ചത് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി അടുപ്പിൽ നിന്ന് താത്തു വെക്കാം.